വെൽക്കം ടു ഫുഡ് റിഫ്ലക്സോളജി. ആമാഷ്പൂർ സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. ഇന്ന് ഡയബറ്റിക്കിനെ പറ്റിയാണ്, ഫുഡ് റിഫ്ലക്സോളജിന് അതിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് പാരന്റ്സ്, അതേപോലെ നിങ്ങളുടെ പാരന്റ്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് നൽകാൻ പറ്റിയ ഒരു ട്രീറ്റ്മെന്റും കൂടിയാണ്, കാരണം അത് കോംപ്ലിമെന്ററി ആണ്. അപ്പോൾ നമുക്ക് അതൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഡയബറ്റിക്കിൽ എന്തൊക്കെയാണ് റിഫ്ലക്സോളജി ചെയ്യുന്നുള്ള കാര്യം ചുരുക്കി ഒന്ന് പറയാം. സാധാരണഗതിയിൽ നമുക്ക് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള അഥവാ നമുക്ക് ലാർജസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു നെർവ്സ് ആണ് ഈ സയാറ്റിക്ക നെർവ്. ആ നെർവിൽ ഉണ്ടാകുന്ന പ്രോബ്ലം നമുക്ക് ഏറ്റവും കൂടുതൽ കാലിന്റെ അറ്റത്ത് വിരൽ തുമ്പിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന മരവിപ്പ്, അതുപോലെ തന്നെ തരിപ്പ്, പെരിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തൊട്ടാൽ അറിയാത്ത അവസ്ഥ, അതുപോലെ ചെരുപ്പ് അഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള വരുന്നത് ഈ ന്യൂറോപ്പതി അഥവാ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ കാലിലേക്ക് ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റ് റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബ്ലഡിന്റെ സർക്കുലേഷൻ മൂവ്മെന്റ്സ് റെജുവിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ ഓർഗൻസിനെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഫുഡ് റിഫ്ലക്സോളജി ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഡയബറ്റിക് ആദ്യം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡയബറ്റിക് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് മുന്നിലും നിങ്ങൾക്ക് റിഫ്ലക്സോളജി ചെയ്യാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഡോപ്ലർ സ്കാനോ അങ്ങനെ ഫുഡ് എക്സാം ചെയ്ത ശേഷം ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയേറെ എഫക്റ്റീവ് ആണെന്ന്